എൻ്റെ ബാക്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും പാലക്കാട് ടൗൺ റെയിൽവേ സ്റ്റേഷൻ അല്ലേ. കുറേ പേർക്കൊന്നും അറിയണ്ടാവില്ല കേട്ടോ ഈ റെയിൽവേ സ്റ്റേഷനെ പറ്റി. ഇത് പാലക്കാട് നമ്മുടെ സിറ്റിൻ്റെ ഉള്ളിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന റെയിൽവേ സ്റ്റേഷൻ ആട്ടോ. നമ്മുടെ പാലക്കാട് ജംഗ്ഷൻ വരുന്നത് മെയിൻ സ്റ്റേഷനാണ് പാലക്കാടിൻ്റെ. അത് വരുന്നത് ഒലവക്കോടിലാണ്. സിറ്റിയിൽ നിന്ന് കുറച്ച് മാറി അകത്തായിട്ടോ റെയിൽവേ സ്റ്റേഷൻ ഉള്ളത്. ഇത് നമ്മുടെ ടൗണിൻ്റെ ഉള്ളിൽ തന്നെ വരുന്ന റെയിൽവേ സ്റ്റേഷൻ ആട്ടോ, പാലക്കാട് ടൗൺ റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ സമയം 1:45 ഞാൻ അതിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര എന്ന് പറയുന്നത് ആഴ്ചയിൽ 6 ദിവസം സർവീസ് നടത്തുന്ന പാലക്കാട് ടൗൺ ഈറോഡ് മെമൂലാട്ടോ നമ്മളിന്ന് യാത്ര ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പാലക്കാട് ടൗൺ സ്റ്റേഷനിൽ വന്ന് ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്ന് ഒരാൾക്ക് 35 രൂപയായിട്ടോ നമുക്ക് ഈറോഡ് വരെ ആവുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഗാർഡ് സെക്ഷനിൽ കൂടെ നല്ല അടിപൊളിയായിട്ട് യാത്ര ചെയ്ത് എല്ലാ സ്റ്റോപ്പുകളിൽ നിന്ന് പോകുന്നൊരു ട്രെയിനാട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഡെയിലി കമ്മ്യൂട്ടറായിട്ട് ട്രാവൽ ചെയ്യുന്ന വൈകിട്ടൊക്കെ യാത്ര ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഭയങ്കര ഉപകാരപ്പെടുന്ന ഒരു ട്രെയിനാണ്. കാരണം പാലക്കാടിൽ നിന്ന് തിരുപ്പൂർ, അതേപോലെ തന്നെ കോയമ്പത്തൂർ, തിരുപ്പൂർ ആ ഭാഗത്തോട്ടൊക്കെ പോകാൻ ഭയങ്കര ഉപകാരപ്പെടുന്ന ഒരു ട്രെയിനാട്ടോ. പിന്നെ ഈ ട്രെയിൻ വാളയാറൊക്കെ സ്റ്റോപ്പ് ഉണ്ട്. നമുക്ക് നല്ല അടിപൊളി കാഴ്ചകളൊക്കെ കണ്ട് അടിപൊളിയായിട്ട് തന്നെ യാത്ര ചെയ്യാട്ടോ. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതാണ് കേട്ടോ സ്റ്റേഷൻ ഒരു മൊത്തത്തിലുള്ള കാഴ്ച വരുന്നത്. ഞാൻ മുന്നേക്ക് സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ടോ. നമ്മുടെ തിരുച്ചെന്തൂർ എക്സ്പ്രസ്സിന് പോയിട്ട് തിരിച്ച് വന്ന് ഞാൻ പാലക്കാട് ജംഗ്ഷന് വരും. ഇവിടെ പാലക്കാട് ടൗണിലാട്ടോ ഇറങ്ങിയത്. സ്റ്റേഷനിൽ ഭയങ്കരമായിട്ട് പണി നടക്കുന്നുണ്ട് കേട്ടോ. മറ്റേ പിറ്റ് ലൈനുകളൊക്കെ കുറേ വരുന്നുണ്ട്. കാരണം കുറേ ട്രെയിനുകളൊക്കെ കൊണ്ടുവന്ന് പാലക്കാട് ജംഗ്ഷനിൽ ഇടാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഇവിടെ കൊണ്ടിടാനായിട്ട് കുറേ പിറ്റ് ലൈൻ്റെ പണികളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അകത്തോട്ട് കയറാം. ഞാൻ ടിക്കറ്റ് കൗണ്ടറൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഞാൻ ടിക്കറ്റ് ഫിസിക്കൽ ടിക്കറ്റാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ടിക്കറ്റ് കൗണ്ടറും ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അകത്തോട്ട് ബാക്കിയുള്ള കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. അപ്പോൾ ഇതാണ് സ്റ്റേഷൻ്റെ ഒരു മുൻഭാഗം വരുന്നത് കേട്ടോ. ചെറിയൊരു സ്റ്റേഷനാണ്, പഴയ ബിൽഡിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇനിയിപ്പോൾ പുതുക്കി പണിയും വൈകാണ്ട് തന്നെ തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് അകത്തോട്ട് കയറിച്ചല്ല. അപ്പോൾ നമുക്ക് അകത്തോട്ട് കയറുന്നൊരു എൻട്രൻസ് വരുന്നൊരു ഭാഗം ഇതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ തന്നെ റിസർവേഷൻ കൗണ്ടറൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ നമ്മുടെ റെയിൽവേൻ്റെ സ്കാനറൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റെയിൽവേൻ്റെ സ്കാനർ നമുക്ക് ഇവിടെ വന്ന് തന്നെ എടുക്കാം. അപ്പോൾ ഇതാണ് അകത്തോട്ട് കയറുന്ന വഴി. അപ്പോൾ ഇതാണ് നമ്മുടെ റിസർവേഷൻ കൗണ്ടർ ഇതുണ്ട്. ആൾക്കാർ ഇപ്പോൾ റിസർവേഷന് വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ജനറൽ ടിക്കറ്റ് എടുത്തൊരു ഭാഗം എന്ന് പറയുന്നത് ഈ ഒരു സൈഡിലാട്ടോ. ഇവിടെ ട്രെയിൻ വരുന്ന സമയങ്ങളിൽ ഇവിടെ വരുന്ന ട്രെയിനുകളുടെ ഡിപ്പാർച്ചറിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ടിക്കറ്റ് എടുത്ത് UTS ടിക്കറ്റ് എടുത്ത് ഇവിടെ നിന്നാട്ടോ. ഇതാണ് മൊത്തത്തിൽ അകത്തോട്ടുള്ള ഭാഗം വരുന്നത്. അപ്പോൾ നമുക്കിത് അകത്തോട്ട് കയറാട്ടോ. നമ്മൾ ഇതാണ് നമ്മുടെ സ്റ്റേഷൻ്റെ ഒരു ഉൾക്കാഴ്ചകൾ വരുന്നത്. ഇവിടെ ആകെ ഒരു സ്റ്റോളൊക്കെ ഉള്ളൂ കേട്ടോ. സ്റ്റോളുകൾ എന്ന് പറയുന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് പണിഞ്ഞിട്ടിട്ടേ ഉള്ളൂ, വലിയ കാര്യമായിട്ടൊന്നുമില്ല. നമ്മുടെ വണ്ടി ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല കേട്ടോ. നമ്മുടെ വണ്ടി 3 മണിക്കാണ്. അപ്പോൾ 1:45 സമയം, ഇതുവരെ വണ്ടി വന്നിട്ടില്ല. ഇതാണൊരു സ്റ്റേഷൻ വരുന്നത്. അപ്പുറത്ത് ഒരു 2 പ്ലാറ്റ്ഫോം ഉണ്ട് കേട്ടോ. അവിടെയാണ് 2ഉം 3ഒക്കെ അവിടെയാണ് വരുന്നത്. ട്രെയിനുകൾ മെയിനായിട്ട് ഈ വഴിക്കേ വന്നു പോകുള്ളൂ കേട്ടോ. ഈ ഒരു പ്ലാറ്റ്ഫോമിലാണ് വന്ന് കയറുക. തിരുച്ചെന്തൂർ എക്സ്പ്രസ്സൊക്കെ ഇങ്ങനെയായിട്ടേ വരുള്ളൂ. ഇവിടെ നിന്ന് നമുക്ക് കാണാം കേട്ടോ ആ ഒരു എൻട്രൻസ് വരുന്നത്. ഞാൻ ആ കാണുന്ന വഴി കൂടെയാണ്, ആ കാറ് കിടക്കുന്ന വഴി കൂടെ കേട്ടോ ഞാൻ കയറി വന്നത്. ഇപ്പോൾ പുറത്തൊരു ചായക്കടയൊക്കെ ഉണ്ട്. അകത്ത് പ്രത്യേകിച്ച് ഒന്നുമില്ല കേട്ടോ. അകത്ത് ചായക്കട അങ്ങനെ ഒന്നുമില്ല. പുറത്തുനിന്ന് തന്നെ നമ്മൾ ചായയൊക്കെ മേടിച്ച് കുടിക്കേണ്ടി വരും. പിന്നെ ഇവിടെ ഒരു 1A പ്ലാറ്റ്ഫോം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ കൊണ്ടൊരു മെമ്മോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ മെമ്മോ ആണോ നമ്മുടെ മെമ്മോ ആയിട്ട് പോകാന്നുള്ളത് ഉറപ്പായിട്ടില്ല കേട്ടോ. കാരണം ഇതുവരെ വണ്ടി വന്നിട്ടില്ല. എനിക്ക് മിക്കതും തോന്നുന്നു ആ മെമ്മോ തന്നെയാവും നമ്മുടെ പാലക്കാട് ടൗൺ ഈറോഡ് മെമ്മോ ആയിട്ട് പോകാൻ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതവിടെ വന്ന് കിടക്കുന്നുണ്ട്. ഞാൻ അകത്ത് കയറി വയ്ക്കുന്ന ടിക്കറ്റ് എടുത്തു കേട്ടോ. ഞാൻ റെയിൽ വണ്ടിയിലല്ല ഈ വട്ടം ടിക്കറ്റ് എടുത്തത്. കൗണ്ടറിൽ കയറി കൗണ്ടർ ടിക്കറ്റ് തന്നെ എടുത്തു കേട്ടോ. കുറച്ചായി നമ്മൾ റെയിൽ വണ്ടി എടുക്കണം. അപ്പോൾ ഒരു ടിക്കറ്റ് കയ്യിൽ പിടിക്കാമെന്ന് വെച്ചിട്ട് കൗണ്ടർ ടിക്കറ്റ് എടുത്താണ്. 35 രൂപ കേട്ടോ. ഇവിടെ നിന്ന് ഈറോഡ് ജംഗ്ഷൻ വരെ എനിക്കായ ഒരാളുടെ ചാർജ്. പാലക്കാട് ടൗണിൽ നിന്ന് ഈറോഡ് ജംഗ്ഷൻ വരെ മെമോ ആണ് വണ്ടി. നമ്മുടെ മെമോ ഓർഡിനറി സർവീസ് കാറ്റഗറിയിൽ വരുന്നൊരു ട്രെയിനാണ്. അപ്പോൾ അത് ആഴ്ചയിൽ 6 ദിവസമായിട്ടോ നമ്മുടെ വണ്ടിയുടെ സർവീസ് ഉള്ളത്. വ്യാഴാഴ്ച ഒഴികെ ബാക്കി 6 ദിവസം നമ്മുടെ വണ്ടി സർവീസ് നടത്തുന്നുണ്ട് ഈ റൂട്ടിൽ. രാവിലെ അവിടെ നിന്ന് 7 മണിക്ക് ഈറോഡിൽ നിന്ന് എടുത്ത് 11:10 എത്തുന്ന ട്രെയിൻ ഇവിടെ നിന്ന് ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് എടുത്ത് രാത്രി 7:25 തിരിച്ച് ഈറോഡ് ചെന്നെത്തുക. അപ്പോൾ അതാണ് നമ്മുടെ വണ്ടിയുടെ സർവീസ് വരുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് ഈറോഡിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന ട്രെയിനിൻ്റെ നമ്പർ എന്ന് പറഞ്ഞാൽ 66607. ഇവിടെ നിന്ന് പാലക്കാട് ടൗണിൽ നിന്ന് ഈറോഡിലേക്ക് പോകുന്ന ട്രെയിനിൻ്റെ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 66608 ആണ് കേട്ടോ നമ്മുടെ ട്രെയിൻ നമ്പർ വരുന്നത്. 1A പ്ലാറ്റ്ഫോമിൽ തന്നെ കേട്ടോ നമ്മുടെ പാലക്കാട് ടൗൺ മെമ്മോ കിടക്കുന്നത്. രാവിലെ ഈറോഡിൽ നിന്ന് പാലക്കാട് ടൗൺ വന്ന് മെമ്മോ ഓട്ടോ ഈ കിടക്കുന്നത്. അപ്പോൾ ഇതേ വണ്ടി തന്നെയാണ് തിരിച്ച് പാലക്കാട് ടൗണിൽ നിന്ന് ഈറോഡിലോട്ട് സർവീസ് നടത്തുന്നത്. 66608 കേട്ടോ. അപ്പോൾ 1A പ്ലാറ്റ്ഫോമിൽ നിന്നാണ് നമ്മുടെ വണ്ടി എടുക്കുക. അപ്പോൾ ഇവിടെ നിന്ന് നേരെ ഡയറക്ഷനിൽ തന്നെ കേട്ടോ നമ്മുടെ പാലക്കാട് ജംഗ്ഷൻ വരുന്നത്. അവിടെ വരെ സിംഗിൾ ലൈനാണ്. അപ്പോൾ 3 മണിക്ക് നമ്മുടെ വണ്ടി എടുക്കും കേട്ടോ. വണ്ടിയൊക്കെ തുറന്നിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ നടക്കുകയാണ്. നമുക്ക് നടുവിൽ കയറിയിരിക്കാം കേട്ടോ. സെൻട്രൽ കോച്ച് പിടിക്കാം. അപ്പോൾ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല നമുക്ക് ട്രാവൽ ചെയ്യാനായിട്ട്. കാരണം ഫസ്റ്റിലൊക്കെ കയറി കഴിഞ്ഞാൽ ആകെ മൊത്തത്തിൽ നമുക്ക് തിരക്ക് കയറാനുള്ള ചാൻസസ് ഫ്രണ്ടിലും ലാസ്റ്റിലും കൂടുതലാണ് കേട്ടോ. അപ്പോൾ നമുക്കൊരു സെൻറ്ററൊക്കെ പിടിച്ചിരിക്കുക. അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ നിന്ന് 3 മണിക്കാട്ടോ കറക്റ്റ് എടുക്കുക. അപ്പോൾ കോച്ചുകളൊക്കെ ഇത് തുറന്നിട്ടിട്ടുണ്ട്. അത്യാവശ്യം നീറ്റ്നെസ് ഒക്കെ ഉണ്ട് തോന്നുന്നു കേട്ടോ. നമുക്ക് നമ്മുടെ സെൻറ്ററിൽ ഏതെങ്കിലും ഒരു കോച്ച് പിടിച്ച് കയറാം. അങ്ങനെ കൃത്യം 3 മണിക്ക് നമ്മുടെ പാലക്കാട് ടൗൺ ഈറോഡ് ജംഗ്ഷൻ മെമൂദെ പാലക്കാട് ടൗൺ സ്റ്റേഷൻ 1A പ്ലാറ്റ്ഫോമിൽ നിന്ന് ഡിപ്പാർട്ടായിരിക്കുക കേട്ടോ.
കറക്റ്റ് ടൈമിങ് തന്നെയാണ് നമ്മുടെ വണ്ടി എടുക്കണത്. പിന്നെ മെമ്മൂനോട് ഗുണം അറിയാമല്ലോ, എടുത്തു കഴിഞ്ഞാൽ തന്നെ നല്ല വെച്ചലക്കി കയറിപ്പോളെ കഴിവുണ്ട് മെമ്മൂന്. അപ്പോൾ നമ്മളിതേ പാലക്കാട് ടൗണിൽ നിന്ന് എടുക്കുകയാണ്. അപ്പോൾ ഇനി ഇത് കഴിഞ്ഞാൽ ഇവിടെ വരുന്ന വണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാലക്കാട് ജംഗ്ഷനിൽ നിന്ന് MGR ചെന്നൈ സെൻട്രലിലോട്ട് സർവീസ് നടത്തുന്ന സൂപ്പർ ഫാസ്റ്റ് കേട്ടോ. ആ ഒരു ട്രെയിനിനും കൂടെ ഇവിടെ സ്റ്റോപ്പ് ഉണ്ട്. അത് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയൊരു കേസാട്ടോ. അപ്പോൾ ആ ഒരു വണ്ടിക്കും കൂടെ ഇവിടെ സ്റ്റോപ്പ് ഉണ്ട്. അതാണ് കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്ന് കയറുക കേട്ടോ. ടുവേർഡ്സ് ചെന്നൈ സെൻട്രലിൽ പോകുന്ന ട്രെയിനാണ് ഇവിടെ വരുന്നത്. അങ്ങനെ നമ്മുടെ മെമുദേ തിരിഞ്ഞ് ലൂപ്പിൽ നിന്ന് തിരിഞ്ഞ് മെയിൻ ലൈനിലോട്ട് കയറുക കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അവിടെയാണ് നമ്മുടെ പണി നടക്കുന്നത് കേട്ടോ. പിറ്റ് ലൈനിൽ പണി നടക്കുന്ന ഒരു ഭാഗമാണ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ അവിടെ അത്യാവശ്യം ട്രാക്കുകൾ വരും കേട്ടോ. അപ്പോൾ പാലക്കാട് ജംഗ്ഷനിൽ ഡിപ്പാർട്ടാണ് വണ്ടികളൊക്കെ ഇപ്പോൾ ഇവിടെ കൊണ്ടുവിടുണ്ടാവുക. അപ്പോൾ നമ്മളിതേ പാലക്കാട് ടൗണോട് വിട പറഞ്ഞ് നമ്മളിതേ പോവാ കേട്ടോ. നമ്മുടെ ട്രിച്ചി പാലക്കാട് ടൗൺ തിരുച്ചിറപ്പള്ളി എക്സ്പ്രസ് ആ കാണുന്ന രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്നൊരു ഡിപ്പാർട്ടി, അപ്പുറത്തെ ലൈനിൽ നിന്നാണ് ഡിപ്പാർട്ടി. അപ്പോൾ ഇടയ്ക്ക് ഒരു ലൈനും കൂടെ ഉണ്ട് പോകാനായിട്ട്. അപ്പോൾ നമ്മളിത് 2 ലൂപ്പ് കടന്നിട്ടാട്ടോ മെയിനിലോട്ട് ചെല്ലുക. നമ്മുടെ വണ്ടി പാലക്കാട് ടൗണിൽ നിന്ന് ഇറങ്ങി വരണതാണ് നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ കാര്യമായിട്ട് പണി നടക്കുന്നുണ്ട്. അപ്പം നമുക്കൊരു 4 കിലോമീറ്റർ ആണ് കേട്ടോ പാലക്കാട് ടൗണിൽ നിന്ന് പാലക്കാട് ജംഗ്ഷനിൽ സ്റ്റേഷനിലേക്കുള്ള ദൂരം എന്ന് പറയണത്. അപ്പോൾ ആ ഒരു 4 കിലോമീറ്റർ സിംഗിൾ ലൈൻ ആവും. അപ്പം ഇവിടെ നിന്ന് എടുക്കുന്ന കൊണ്ടാട്ടോ, അല്ലാണ്ട് നമ്മൾ ഈ റൂട്ടിൽ നേരെ വരികയാണെങ്കിൽ അത്യാവശ്യം സിംഗിൾ ലൈനുള്ള റൂട്ട് തന്നെയാണിത്. പൊള്ളാച്ചിയിൽ നിന്ന് വിട്ട് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും സിംഗിൾ ലൈൻ തന്നെയാണ് പാലക്കാട് ജംഗ്ഷൻ വരെ. പൊള്ളാച്ചി കഴിഞ്ഞാലും സിംഗിൾ ലൈൻ തന്നെയാണ് കേട്ടോ. പിന്നെ മെയിൻ സ്റ്റേഷനിൽ എത്തുമ്പോഴാണ് ലൈൻ ഡബിളിങ്ങും ട്രിപ്പിളൊക്കെ ആവുക. അല്ലാത്ത പക്ഷം സിംഗിൾ ലൈൻ തന്നെയാണ് നമ്മുടെ ദിണ്ടുക്കൽ എത്തണ വരെ കേട്ടോ. ഇവിടെ നിന്ന് ശരിക്കും ഒരു ലൈൻ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പം കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഡബിളിങ് ആവും. കാരണം ഇതേ ഒരു ലൈൻ ഇവിടെ നിന്ന് അങ്ങനെ വരണം കാണാം കേട്ടോ പാലക്കാട് ജംഗ്ഷനിൽ നിന്ന്. അപ്പം അത്യാവശ്യം വൈകാണ്ട് തന്നെ നമ്മുടെ പാലക്കാട് ടൗൺ വരെ നല്ല തിരുവള കേട്ടോ. അതാണ് ഇത്ര ഹോൺ അടിക്കണത്. അപ്പം നമ്മുടെ പാലക്കാട് ജംഗ്ഷനിൽ നിന്ന് ടൗൺ വരെ അത്യാവശ്യം ഡബിൾ ലൈൻ ആവാനുള്ള സമയമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലൈൻ ഒരുവിധം നമ്മുടെ ടൗണിൻ്റെ അടുത്ത് വരെ തന്നെ വന്നിട്ടുണ്ട്. നമ്മളിത് പാലക്കാട് ജംഗ്ഷനിലോട്ട് ജോയിൻ ആവണ ലൈനിൽ എത്താറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വണ്ടി ഇതേ ഇപ്പോൾ നേരെ കൊണ്ടുവന്ന് പാലക്കാട് ടൗണിൻ്റെ ജംഗ്ഷൻ്റെ ഹോം സിഗ്നൽ, ആ ടൗണിൽ നിന്ന് ജംഗ്ഷനിലോട്ട് കയറുന്ന ഹോം സിഗ്നലിൽ അവിടെ കൊണ്ട് പിടിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് വേണം നമ്മുടെ വണ്ടി ഇനി കയറി ചെന്ന് പാലക്കാട് ജംഗ്ഷനുള്ളിലോട്ട് പോകാൻ. ഈ കാണുന്ന ലൈനാട്ടോ ഷൊർണൂർ ഭാഗത്തു നിന്ന് വരുന്ന ലൈൻ. ഷൊർണൂർ തൃശ്ശൂർ ഭാഗത്തു നിന്നൊക്കെ വരുന്ന ആ മെയിൻ ലൈനാട്ടോ അത്. അപ്പോൾ നമ്മളിത് ഇപ്പോൾ പൊള്ളാച്ചി പളനി ആ ലൈനിൽ നിന്ന് വന്ന് നമ്മൾ നേരെ പാലക്കാട് ജംഗ്ഷൻ ആ മെയിൻ ലൈനിലോട്ട് ജോയിൻ്റ് ആവാണ്. ഈ ലൂപ്പ് കയറി നമ്മൾ നേരെ മെയിനിലോട്ട് കയറിയാട്ടോ സ്റ്റേഷനിലോട്ട് കയറാൻ പോണത്. ഇതാണ് ആ വരുന്ന ആ മെയിൻ ലൈൻ. നമ്മൾ ആദ്യം ഒരു ലൂപ്പ് ഇറങ്ങി വന്ന് മെയിൻ ലൈനിലോട്ട് കയറി, പിന്നീട് നമ്മൾ വീണ്ടും ഒരു മെയിൻ ലൈനിലോട്ട് കയറുന്നത്. അപ്പോൾ നമ്മൾ ചെന്ന് കയറാൻ പോകുന്നത് പാലക്കാട് ജംഗ്ഷൻ 3-ാമത്തെയോ 4-ാമത്തെയോ പ്ലാറ്റ്ഫോമിലാണ് മെമു കയറുന്നത് കേട്ടോ. എനിക്ക് തോന്നുന്നു നമ്മൾ 4-ാമത്തെ പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് കയറണമെന്നുണ്ട് കേട്ടോ. പാലക്കാട് ജംഗ്ഷൻ 4-ാമത്തേലാണ് നമ്മുടെ ഈ റോഡ് മെമു ചെന്ന് കയറുന്നത്. കാരണം 5-ൽ അവിടെ പാലരുവി കിടക്കുന്നുണ്ട്. നല്ല തിരക്കുണ്ട് കേട്ടോ നമ്മുടെ വണ്ടിയിൽ കയറാനായിട്ട്. അത്യാവശ്യം ആൾക്കാരുണ്ട് നമ്മുടെ മെമുവിൽ കയറാനായിട്ട് കേട്ടോ. എല്ലാവരും ഈ കുറേ സ്റ്റോപ്പുകളുണ്ടല്ലോ നമ്മുടെ വണ്ടിക്ക്. ഈ കോയമ്പത്തൂർ തിരുപ്പൂരിൻ്റെ ഇടയിലൊക്കെ കുറേ സ്റ്റോപ്പുകളുള്ളതുകൊണ്ട് തന്നെ അവിടേക്കായിട്ടും ഈ റോഡിൻ്റെ ഇടയ്ക്കും കുറേ സ്റ്റോപ്പുകളുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ പേര് യൂസ് ചെയ്യുന്ന ഒരു സർവീസാണോ. തിരക്കാണ് നിങ്ങൾക്കറിയാം. ഇവരൊക്കെ നമ്മുടെ വണ്ടിയിൽ കയറാനായിട്ട് ഓടുന്നവരാണ്. 3 മിനിറ്റിൻ്റെ ഹോൾട്ടിന് ശേഷം നമ്മളിത് പാലക്കാട് ജംഗ്ഷനിൽ നിന്ന് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ ഇപ്പോൾ ട്രെയിൻ പോണത്. ഇവിടെ നിന്ന് വിടാനും വലിയ ലേറ്റ് ഒന്നും ആയിട്ടില്ല. ഈ മെമു എന്ന് വെച്ച് കഴിഞ്ഞാൽ പതുക്കെ എടുക്കണമെന്ന് നോക്കണ്ട കേട്ടോ. എടുത്തു കഴിഞ്ഞാൽ നല്ല സ്പീഡിൽ പോകുന്നൊരു വണ്ടിയാണ്. അങ്ങനെ നമ്മുടെ വണ്ടി ഇതേ സ്പീഡ് എടുത്ത് തുടങ്ങിയിരിക്കുക കേട്ടോ. ഔട്ടറിൽ നിന്ന് ഇറങ്ങി അപ്പം തന്നെ സ്പീഡ് എടുത്ത് തുടങ്ങിയിട്ടുണ്ട്.
എനിക്ക് തോന്നുന്നു ഇതിന്റെ മുമ്പിൽ ഇപ്പൊ വലിയ വണ്ടികളൊന്നും ഇല്ല കേട്ടോ നമ്മുടെ മെമോനെ ശല്യപ്പെടുത്താനായിട്ട്. അതുകൊണ്ട് തന്നെ മെമോന് പോകാനുള്ളൊരു സമയമുണ്ട് ഈ സ്ലോട്ടില്. നമ്മളിത് പാലക്കാട് ജംഗ്ഷനിൽ നിന്ന് പുറത്തിറങ്ങിയിരിക്കുകയാണ്. കോയമ്പത്തൂർ കണ്ണൂർ എക്സ്പ്രസ് ആട്ടോ. അകംലിവറി വെച്ച് പോയത് WP4. മഴ പെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരുന്നു കേട്ടോ. ആ മൂടി നിൽക്കണ കണ്ടിട്ട് മഴ പെയ്യാൻ തോന്നുന്നു, അറിയില്ല. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് മഴ കിട്ടിയ റൂട്ടിൽ. നമ്മുടെ ലൈൻ ഇങ്ങനെ സ്പ്ലിറ്റ് ആയിരിക്കും കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങി വരുന്ന ലൈനാണ് ബി ലൈൻ കേട്ടോ. അപ്പൊ നമ്മളിത് തിരിഞ്ഞ് നമ്മുടെ കാർ സെക്ഷനിൽ കൂടെ കയറിയിരിക്കുകയാണ്. ഇനി നമുക്ക് ആ ഒരു എട്ടിമട എത്തണ വരെ മൊത്തം കാഴ്ചകളാട്ടോ. എട്ടിമടയല്ല, മധുക്കരയിലാണ് നമ്മുടെ കാർ സെക്ഷൻ ഇനി എൻ്റെ ആവാട്ടോ. അവിടെ വരെ നമുക്ക് ഫുള്ള് കാഴ്ചകളാണ്. നല്ല പച്ചപ്പന്നെ ഉണ്ട് കേട്ടോ ഈ സമയത്ത്. അവര് മഴ പെയ്ത് നിൽക്കുന്ന സമയത്ത് കൊണ്ട് തന്നെ നല്ല രസമുണ്ട് കാണാനായിട്ട് നമ്മുടെ വാളയാർ കാർഡ് സെക്ഷൻ. ഇതാണ് കേട്ടോ ഈ വഴിക്കുള്ള ഒരു ഐക്കോണിക് ആയിട്ടുള്ള ഒരു ഭാഗം. ഈ ഒരു തിരിവ് നമ്മൾ കയറിയ ഉടനെ തന്നെ വരുന്നൊരു തിരിവാട്ടോ. പിന്നെ ഇവിടെ നമ്മൾ ഏത് സൈഡ് നോക്കിയാലും കാഴ്ചകളാണ്. അപ്പുറത്തെ സൈഡ് നമുക്ക് നിൽക്കാൻ പറ്റാട്ടോ. അവിടെ കുറച്ച് പിള്ളേർ വന്ന് അവർ ഗ്യാങ്ങായിട്ട് കുറച്ച് ബഹളം കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. അപ്പം നമുക്ക് വേറൊരു സൈഡ് പോയിട്ട് അപ്പുറത്തെ സൈഡ് ഷൂട്ട് ചെയ്യാൻ പറ്റുമോ. നമ്മുടെ ഈ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് പാലക്കാട് ടൗണിൽ നിന്ന് ഈറോഡ് ജംഗ്ഷൻ വരെ 160 കിലോമീറ്റർ ആട്ടോ. 160 കിലോമീറ്റർ സഞ്ചരിക്കാനായിട്ട് ഈ വണ്ടി എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 4 മണിക്കൂർ 30 മിനിറ്റ് ആണ് കേട്ടോ. ഇടയ്ക്ക് ഇഷ്ടംപോലെ ഹോട്ടലുകളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഈ ടൈം എടുത്ത് നമ്മുടെ വണ്ടി പോണത്. എനിക്ക് തോന്നുന്നു മഴേനെക്കാട്ടും നല്ലൊരു ഈ ഒരു ക്ലൈമറ്റ് ആട്ടോ. കാരണം മഴ പെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും പുറത്തൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. മഴയില്ലാത്തതുകൊണ്ടാണ് നമുക്ക് ഇത്രയെങ്കിലും കിട്ടണത്. നമ്മളൊരു 12 മിനിറ്റ് ഡിലേ ആയിട്ട് ഇത് വാളയാർ സ്റ്റേഷനിൽ വന്ന് കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. നമ്മുടെ ട്രെയിൻ പതുക്കെ പോകുള്ളൂ. കാരണം ഈ വാളയാർ സ്കിപ്പ് ചെയ്ത് പോകുന്ന ട്രെയിനുകളാട്ടോ ഭയങ്കര ഫാസ്റ്റായിട്ട് ഈ വഴി പോവുക. അല്ലാത്ത ട്രെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ലൈനിലോട്ട് ജോയിൻ ആവണം. അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി ആ ലൈനിലോട്ട് കയറിയിട്ട് വേണം പ്ലാറ്റ്ഫോമിൽ കയറാനായിട്ട്. നമ്മൾ അതിർത്തി പട്ടണത്തിൻ്റെ റെയിൽവേ സ്റ്റേഷനായ വാളയാറിൽ നമ്മൾ വന്ന് കയറിക്കൊണ്ടിരിക്കുക. ഞാൻ ഇതേ മെമൂന് പാലക്കാടിൽ നിന്ന് വാളയാർ വരെ വന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ.
വാളയാർ സ്റ്റേഷൻ പരിചയപ്പെടുത്താനായിട്ട്. അപ്പം അന്ന് ഈ ട്രെയിൻ തന്നെയാണ് ഞാൻ കയറി വന്നത്. ഇതിൽ കൂടെ നമുക്ക് പുറത്തേക്ക് കിടക്കാം കേട്ടോ. ഈ കാണുന്ന താഴെ കൂടെ നമുക്ക് പോവാം. ഇതിൻ്റെ അപ്പുറത്തൊരു ചെറിയ വഴി ഉണ്ടോ സ്റ്റേഷൻ്റെ, അങ്ങനെ നമുക്ക് കയറി പോകാൻ പറ്റും. വാളയാറിലൊക്കെ സ്റ്റോപ്പുള്ള ട്രെയിനുകൾ വളരെ കുറവാണ് കേട്ടോ. എണ്ണം പറഞ്ഞ ട്രെയിനുകൾ ഉണ്ടാവുള്ളൂ. അതിലൊരു ട്രെയിനാണ് നമ്മുടെ മെമു. ഇവിടെ ആയാലും നമ്മുടെ വണ്ടിക്ക് 1 മിനിറ്റ് തന്നെയായിട്ട് ഹോൾട്ടുള്ളൂ. അപ്പോൾ നമ്മളത് വാളയാറിൽ നിന്ന് എടുത്തിരിക്കുകയാണ്. അപ്പോൾ അപ്പുറത്ത് കാണുന്നത് മറ്റേ സിമെൻറ്റ് ഫാക്ടറിയിൽ നിന്ന് വരുന്ന മറ്റേ ഫ്ലൈറ്റുകളായിട്ടുള്ള ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ലൈനാട്ടോ. അത് ഫ്ലൈറ്റുകൾക്ക് വരാൻ ഡെഡിക്കേറ്റഡ് ലൈനാണ്. സിമെൻറ്റ് ഫാക്ടറിയിൽ നിന്നൊക്കെ വരുന്ന ഫ്ലൈറ്റുകൾക്കൊക്കെ നേരെ ചെന്ന് കയറാനുള്ള ലൈനാട്ടോ. നമ്മുടെ ഈ ലൈനിൻ്റെ കൂടെ അവിടെ നിന്ന് ജോയിൻ ആവും. നമ്മൾ ഈ ലൈനിൽ നിന്ന് ഇപ്പോൾ നേരെ ചെന്ന് കുറച്ചുകൂടെ മുന്നിൽ കയറി കഴിഞ്ഞാൽ അപ്പുറത്ത് പോകുന്ന ലൈനിൽ അതിലോട്ട് ജോയിൻ ആവും കേട്ടോ. അപ്പോൾ ആ ലൈനിൽ ജോയിൻ ആയിട്ടാണ് നമ്മൾ നേരെ കയറി നമ്മുടെ ഇപ്പുറത്തെ ലൈനിൽ ജോയിൻ ആകാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ പ്ലാറ്റ്ഫോമിൻ്റെ സൈഡിൽ നിന്നുള്ള ലൈൻ കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ ലൈനാണ് നമ്മുടെ വാളയാർ സ്റ്റേഷൻ സ്കിപ്പ് ചെയ്ത് പോകുന്ന ലൈൻ കേട്ടോ, മെയിൻ ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മെയിൻ ലൈനിലോട്ട് കയറുകയാണ്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ സ്റ്റോപ്പില്ലാത്ത ട്രെയിനുകളൊക്കെ ഈ ലൈനിൽ കൂടെ അടിച്ച് പറത്തിയോട്ട് പോവുക. നമ്മളിപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ കയറി ഈ ലൈനിലോട്ട് ജോയിൻ ആയിരുന്നേ ഉള്ളൂ. ഇവിടെ കാനയുടെ ക്രോസിംഗ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയ ചെറിയ ബോർഡുകൾ ഇവരിവിടെ കൊടുത്തിട്ടുണ്ട്. ഫുൾ സ്ഥലത്ത് ഇങ്ങനെ ക്രോസിംഗ് ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ സ്പീഡ് ലിമിറ്റ് ഉണ്ട് കേട്ടോ, സ്പീഡ് പരിമിതി ഉണ്ട്. നമുക്ക് ഇപ്പുറത്ത് നല്ല വെയിൽ തന്നെയാണ് കേട്ടോ. ഇവിടെ ഒന്നും മഴയുടെ ഒരു ലക്ഷണം പോലും കാണാനില്ല. നമ്മളത് വാളയാറിൽ നിർത്തി അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക കേട്ടോ. അടുത്ത നമ്മുടെ സ്റ്റോപ്പ് വരുന്നത് എട്ടിമടയിലാണ്. എട്ടിമട കഴിഞ്ഞാൽ പിന്നെ മധുക്കരയിലാട്ടോ പിന്നത്തെ സ്റ്റോപ്പ് വരുന്നത്. മധുക്കര, പോത്തന്നൂർ, കോയമ്പത്തൂർ അങ്ങനെയാണ് നമ്മുടെ വണ്ടി പോണത്. ആ മഴ പെയ്ത് പോയതിൻ്റെ ഒരു പച്ചപ്പുണ്ട് കേട്ടോ. ഇന്ന് കുറച്ച് കുറവാണ് മഴ. ലിറ്ററലി ഈ മാസങ്ങളിൽ ഭയങ്കര കുറവാണ് കേട്ടോ മഴ. പക്ഷെ അതിൻ്റെ ഒരു വരൾച്ച ഇവിടെ കാണാനില്ല. ഒരു പച്ചപ്പ് ഇപ്പോഴും ഈ ഒരു ഭാഗത്ത് നല്ലോണം ഉണ്ട് കേട്ടോ. പക്ഷെ ആ കോടയൊക്കെ ഇറങ്ങി നിൽക്കുന്ന ആ ഒരു കാഴ്ച നമുക്ക് മിസ്സായി. അതിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ മധുക്കര എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇവിടെ നമ്മുടെ ഗാർഡ് സെക്ഷൻ എൻഡ് ചെയ്യും. നമ്മൾ പാലക്കാടിൽ നിന്ന് കോയമ്പത്തൂരിലോട്ട് വരുന്ന സമയത്ത് ഗാർഡ് സെക്ഷൻ എൻഡ് ചെയ്യണ ഒരു പോയിന്റ് ആട്ടോ മധുക്കര എന്ന് പറയണത്. അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഒരു ബോർഡ്, ഗാർഡ് എൻഡ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ കഞ്ചിക്കോടിൽ നിന്ന് തുടങ്ങിയ നമ്മുടെ ഗാർഡ് സെക്ഷൻ മധുക്കരയിൽ വന്നാട്ടോ അവസാനിക്കുക. നമുക്ക് സ്റ്റേഷനിലോട്ട് കയറണം. അപ്പോൾ നമ്മൾ ലൂപ്പ് കയറാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ട്രെയിൻ സ്ലോ ആക്കിയിട്ടുള്ളത്. ആ റൈറ്റ് സൈഡിൽ തിരിഞ്ഞു പോകുന്ന ലൈൻ അതാട്ടോ. നമ്മുടെ ടാറ്റ നഗർ എക്സ്പ്രസ് ഒക്കെ ഇവിടുത്തെ ലൂപ്പ് കയറി അറ്റത്തെ ലൈനിൽ കയറി ആ റൈറ്റ് എടുത്തോട്ട് പോവാ. അത് കോയമ്പത്തൂർ സ്കിപ്പ് ചെയ്യുന്ന ഒരു ലൈനാണ്. അത് നേരെ ചെന്ന് ഇരുകൂറിലാട്ടോ ലൈൻ ജോയിൻ ചെയ്യാം. ആ റൈറ്റിൽ കൂടെ പോകുന്ന ലൈൻ നേരെ ഇപ്പോൾ ഇരുകൂറാണ് ജോയിൻ ചെയ്യുക. നമ്മളിപ്പോൾ നേരെ ചെന്ന് കോയമ്പത്തൂർ ജംഗ്ഷൻ കയറും. നമ്മളിത് കോയമ്പത്തൂർ ജംഗ്ഷൻ എത്താറായിട്ടു, ഔട്ടറിലാണുള്ളത്. അപ്പോൾ നമുക്ക് എത്തുന്നതിന് മുന്നേ നിങ്ങൾ കാണുന്നതാണ് ഈ കാണുന്നൊരു വലിയ തടാകം പോലത്തെ ഒരു സംഭവം കേട്ടോ. ഇതാണ് സിറ്റിയിലേക്ക് വെള്ളം കൊടുക്കുന്ന ഒരു തടാകം. അപ്പോൾ അതിൻ്റെ മുമ്പിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ഒരു ലേക്കാണിത്. അപ്പോൾ നമ്മളിനി പതുക്കെ ചെന്നാണ് ജംഗ്ഷനിൽ കയറുള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ എത്തിയിട്ട് വേണം എന്തെങ്കിലുമൊക്കെ മേടിക്കാനായിട്ട് നമുക്ക്. ഇവിടെ നിന്ന് പതുക്കെ അകത്തേക്ക് കയറി പോകുള്ളൂ. നല്ലോണം സമയം എടുത്തേ പോകുള്ളൂ. കാരണം അവിടെ നിന്ന് ഇറങ്ങി വരാനുള്ള ട്രെയിനുകളും നമ്മുടെ സ്റ്റേഷൻ്റെ ഒഴിവുകളൊക്കെ നോക്കിയിട്ടാണ് കയറ്റുള്ളൂ. 10 മിനിറ്റ് ഡിലേ ഉണ്ടായിരുന്ന നമ്മുടെ വണ്ടി ഓൺ ടൈം വന്ന് കോയമ്പത്തൂർ ജംഗ്ഷനിൽ കയറാം കേട്ടോ. 4:37 കയറാൻ പോണത്. അപ്പോൾ നമ്മൾ 3ാമത്തെ പ്ലാറ്റ്ഫോമിലാട്ടോ നമ്മുടെ ട്രെയിൻ കൊണ്ടുവന്ന് കയറുന്നത്. നമ്മുടെ മെമു 660608 കറക്റ്റ് ഓൺ ടൈം പിടിച്ച് കോയമ്പത്തൂർ ജംഗ്ഷൻ 3ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് കയറാണ്.
ഇവിടെ നിന്ന് നമുക്ക് എന്തെങ്കിലും മേടിക്കാം കേട്ടോ. നമ്മളിത് കോയമ്പത്തൂർ വന്ന് ഇറങ്ങിയിരിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഒരു കുപ്പി വെള്ളം മേടിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. എന്തെങ്കിലും സ്നാക്സ് മേടിക്കാൻ പറ്റുകയാണെങ്കിൽ അത് മേടിക്കണം കേട്ടോ. 3 മിനിറ്റ് തന്നെ നമ്മുടെ വണ്ടിക്ക് ഇവിടെ ഹോൾട്ടുള്ളൂ. അവിടെ ബാഗ് വെച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് നമ്മുടെ പ്ലാറ്റ്ഫോമിലാണുള്ളത്. കോയമ്പത്തൂർ എത്തിയിട്ട് ഞാൻ എനിക്ക് ചെറുതായിട്ടൊരു സ്നാക്സ് മേടിച്ചിട്ടുണ്ടോ. 2 സമൂസയാണ് മേടിച്ചത്. ഇതുവരെ ഒന്നും കിട്ടിയില്ല. അപ്പോൾ ഇനി നമുക്ക് തിരുപ്പൂരിലോട്ട് എന്തെങ്കിലും കിട്ടുള്ളൂ. അപ്പോൾ കോയമ്പത്തൂർ എത്തിയപ്പോൾ ഒരു കുപ്പി വെള്ളമോ 2 സ്നാക്സ് മേടിച്ചിരിക്കുകയാണ്. വണ്ടി ഇപ്പോൾ ഇവിടെ വന്നിട്ട് 5 മിനിറ്റിന് മേലെ ആയിട്ടോ. 3 മിനിറ്റാണ് ഹോൾട്ട് പറഞ്ഞത്. ഇപ്പോൾ 5 മിനിറ്റിന് മേലെ ഇതുവരെ എടുത്തിട്ടില്ല. അപ്പോൾ അവിടെ ഫ്രണ്ടിൽ എന്തോ സംസാരം നടക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ ടൈം ആവുന്ന കൊണ്ടെടുക്കാൻ. നമ്മുടെ എറണാകുളം KSR ബാംഗ്ലൂർ വന്ദേ ഭാരതിൻ്റെ അനൗൺസ്മെൻ്റ് ആട്ടോ കേൾക്കണത്. നമ്മളിത് ഔട്ടർ ഇറങ്ങി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ കിടക്കുന്നത് നമ്മുടെ നാഗർകോവിൽ, കോയമ്പത്തൂർ നാഗർകോവിൽ സൂപ്പർ ഫാസ്റ്റ് ആട്ടോ. മറ്റേ ഓവർനൈറ്റ് ട്രെയിനാണ്. അപ്പോൾ അതിന് മുമ്പിൽ 2 P4 ഉണ്ട് കേട്ടോ. ഇത് 100 years ഓഫ് ട്രാക്ഷൻ്റെ മറ്റൊരു ലിവറി പോലെ ചെയ്തിരിക്കണം. 2 P4ഉം അതിൻ്റെ മുമ്പിൽ ഒരു അറക്കോണത്തിൻ്റെ ഒരു P4 കേട്ടോ. അപ്പോൾ നമ്മളിത് പുറത്തിറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ 2 P7 ഒക്കെ കിടക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ഗാന്ധിപുരം ബസ് സ്റ്റാൻഡിലോട്ട് പോകുന്ന ഒരു വഴിയാട്ടോ. നമ്മുടെ KSRTC കോയമ്പത്തൂർ KSRTC ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്നൊരു വഴിയാണ്. ആ ഫ്ലൈ ഓവർ കൂടെ കയറി ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ കോയമ്പത്തൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മളത് ഔട്ടർ ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത നമ്മുടെ സ്റ്റോപ്പ് എന്ന് പറയുന്നത് കോയമ്പത്തൂർ നോർത്ത് സ്റ്റേഷനാട്ടോ. നമുക്ക് അധികം ദൂരമൊന്നും ഇല്ല കേട്ടോ. ജംഗ്ഷനിൽ നിന്ന് നോർത്തിലോട്ടുള്ള ദൂരം എന്ന് പറയുന്നത് 3 കിലോമീറ്ററാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അവിടുത്തെ ആ ഒരു വളവ് തിരിഞ്ഞാൽ നമ്മൾ നേരെ ചെന്ന് കയറാൻ പോകുന്നത് കോയമ്പത്തൂർ നോർത്ത് റെയിൽവേ സ്റ്റേഷനിലാവും കേട്ടോ. നമ്മളിപ്പോൾ ഇരുപൂർ ജംഗ്ഷൻ എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ ബൈപ്പാസിൻ്റെ ലൈനാണ് ഇവിടെ വന്ന് ജോയിൻ ആവുന്നത് കേട്ടോ. ആ പോത്തന്നൂരിൽ നിന്ന് കയറി വരുന്ന ഒരു ലൈനില്ലേ, അതാണ് ആ റൈറ്റ് സൈഡിൽ നിന്ന് വന്ന് ഇങ്ങനെ കയറുന്ന ലൈൻ കേട്ടോ. അപ്പോൾ നമ്മളിത് ഇരുകൂർ ജംഗ്ഷൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതാട്ടോ ഇരുകൂർ ജംഗ്ഷൻ എന്ന് പേര് വരാൻ കാരണം. ഈ ലൈൻ ഇവിടെ വന്ന് തിരിയാണ് ശരിക്കും പറയാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഇതാണ് നമ്മുടെ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗം വരുന്നത് കേട്ടോ. നമ്മളിത് ഇരുകൂർ ജംഗ്ഷൻ വന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയും 1 മിനിറ്റ് തന്നെ ഹോൾട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ മെമു ഇവിടെ നിന്ന് വിട്ടിരിക്കുകയാണ് ഇരുകൂർ ജംഗ്ഷനിൽ. നമ്മുടെ മെമുവിന് ഇനി സ്റ്റോപ്പുകളുണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞാൽ സൂളൂർ, സോമന്നൂർ, വഞ്ചിപ്പാളയം, അത് കഴിഞ്ഞാൽ നമ്മൾ തിരുപ്പൂർ ചെല്ലുള്ളൂ. അപ്പോൾ എല്ലായിടത്തും നിന്ന് പോകുന്നൊരു വണ്ടി തന്നെയാണ് കേട്ടോ. ചെറിയ ചെറിയ സ്റ്റേഷനുകളെല്ലാം കവർ ചെയ്ത് പോകുന്നൊരു വണ്ടിയാണ്. അപ്പോൾ തിരുപ്പൂരിന് തൊട്ട് മുന്നത്തെ ഒരു സ്റ്റേഷനാട്ടോ ഈ വഞ്ചിപ്പാളയം എന്ന് പറയുന്നത്. സോമന്നൂരിൽ നിന്ന് തിരുപ്പൂരിൻ്റെ ഒരു മെയിൻ സ്ഥലമാണ്. അപ്പോൾ ആ ഒരു ഭാഗവും തിരുപ്പൂരിൽ തന്നെ വരുന്നൊരു ഭാഗം കേട്ടോ. അവിടെ നിന്ന് തുടങ്ങി തിരുപ്പൂർ തുടങ്ങുകയാണ്. അപ്പോൾ ഇവിടെ കിടക്കുന്നത് ഒരു NMGയുടെ ഫ്ലൈറ്റ് ആട്ടോ. അതൊരു G9 കപ്പിൾ ചെയ്തിട്ടാണ് അവിടെ കിടക്കുന്നത്. കപ്പിൾ ചെയ്തിട്ടില്ല കേട്ടോ, ഡീകപ്പിൾഡാണ്. കപ്പിൾ ചെയ്യാൻ പോണേ ഉള്ളൂ. ഒരു ഫ്രഷ് G9 ആട്ടോ. പക്ഷെ അത് ഓൺ ചെയ്തിട്ടിട്ടുണ്ട്. അത് കപ്പിൾ ചെയ്യാൻ പോണേ ഉള്ളൂ. ഇനി SSPയുടെ ഭാഗം വരാറാകുമ്പോൾ അപ്പുറത്തെ ഒരു ഫ്ലൈറ്റിൻ്റെ ഒരു ലൈൻ ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. അതൊരു എവിടെ നിന്ന് പറഞ്ഞ ലൈൻ അത് പിടികിട്ടണില്ല. ഇതാണ് നമ്മുടെ ക്യാബിൻ വരുന്നത് കേട്ടോ. ഇരുകൂർ ജംഗ്ഷൻ്റെ A ക്യാബിനാണ്. അപ്പോൾ അവിടെ ഒരു ഫാക്ടറി കേട്ടോ. ആ ഫാക്ടറിൻ്റെ ഉള്ളിൽ നിന്നാണ് കേട്ടോ ആ ഫ്ലൈറ്റ് ഇറങ്ങി വരുന്നത്. അപ്പോൾ ആ G9 വെച്ചാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി വരുന്നത്. അപ്പോൾ അത് ക്ലിയറൻസ് കിട്ടാൻ വേണ്ടി നിൽക്കാം കേട്ടോ. ലാലാഗൂഡയുടെ ഒരു G9 ആണ് അതിൻ്റെ ലോക്കോ വരുന്നത്. ഇതുവരെ നമ്മുടെ മെമു യാത്ര കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മളിത് ഇരുകൂർ ജംഗ്ഷൻ കഴിഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ട്രെയിനിൽ തിരക്കുണ്ടായിരുന്നു കേട്ടോ, നല്ല തിരക്കുണ്ടായിരുന്നു. പാലക്കാട് ജംഗ്ഷനിൽ നിന്ന് കയറിയ കുറേ പേര് കോയമ്പത്തൂർ ജംഗ്ഷനിൽ ഇറങ്ങി. അതേപോലെ തന്നെ കോയമ്പത്തൂരിൽ നിന്ന് കുറേ പേര് കയറിയിട്ടുണ്ട് കേട്ടോ. കോയമ്പത്തൂരിൽ നിന്ന് അത്യാവശ്യം പേര് കയറി. കോയമ്പത്തൂരിൽ നിന്ന് കയറി, കോയമ്പത്തൂർ നോർത്തിൽ നിന്ന് കയറി,
അവിടെ നിന്നൊക്കെ നല്ലോണം ആൾക്കാർ കയറി. ഇപ്പോൾ വണ്ടി ഫില്ലാണ്. ഇനിയിപ്പോൾ എന്തായാലും മെയിൻ സ്റ്റേഷൻ തിരുപ്പൂരുണ്ടല്ലോ, അപ്പോൾ തിരുപ്പൂർ കുറച്ച് പേര് ഇറങ്ങും. പിന്നെ ഈ റോഡ് വരെ വണ്ടിക്ക് എങ്ങനെ വേണ്ടി തിരക്കുണ്ടാവും കേട്ടോ. റണ്ണിനൊന്നും വലിയ കുഴപ്പമില്ല. ഈ ഒരു ഡിലേ 10 മിനിറ്റ് 8 മിനിറ്റ് ഒക്കെ ഡിലേ ഉണ്ട് കേട്ടോ. കോയമ്പത്തൂർ ഓൺ ടൈമാണ് വന്ന് കയറിയത്. പക്ഷേ കോയമ്പത്തൂരിൽ നിന്ന് എടുത്തിട്ട് ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ഒരു 8 മിനിറ്റ് ഡിലേ ഉണ്ട് കേട്ടോ. ഡിലേയോടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ നമുക്ക് അവിടെ ഇത് അത്ര ഡിലേ ഒന്നും ആവാണ്ട് തന്നെ ചെന്ന് കയറുന്നു വിചാരിക്കണം. നമ്മളൊരു 11 മിനിറ്റ് ഡിലേയോടുകൂടെ തിരുപ്പൂർ ചെന്ന് കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇവിടെ കുറച്ച് തിരക്കിറങ്ങുന്നതാണ് കേട്ടത്. ഇപ്പോൾ ഇവിടെ ഇറങ്ങണതിൻ്റെ കൂടെ തന്നെ കയറുന്നതാണോ. ഇവിടെ ആ ലൂപ്പ് കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇപ്പോൾ നമ്മൾ മെയിൻ ലൈനിൽ നിന്ന് ലൂപ്പ് കയറിയിട്ടാണ് നമ്മുടെ പ്ലാറ്റ്ഫോം ഉള്ളത്. ഒന്നും ആരും ഇല്ലാട്ടോ കയറാനായിട്ട്. നമ്മൾ തിരുപ്പൂരിൽ നിന്ന് ഇറങ്ങി ഔട്ടർ വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് 1.5 മണിക്കൂറാട്ടോ ഈ റോഡിലേക്കുള്ള സമയം. ഇതിന് കുറേ സ്റ്റോപ്പുകളുണ്ട്. അപ്പോൾ ഇവിടെ നിന്നും കുറേ സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ. ഇനി ചെന്നൈക്കോട് പോത്തന്നൂർ സ്പെഷ്യലിൻ്റെ റേക്കുകളായിട്ട് ഇവിടെ കൊണ്ട് തിരുപ്പൂരിൽ ഇട്ടിട്ടുള്ളത്. ഇത് ഇവിടെ തന്നെയാണ് കിടക്കണത്. ഫുള്ള് പൊടിയാട്ടോ ഈ ഏരിയയിൽ. ആ ട്രാക്കിൻ്റെ വർക്ക് നടക്കുന്നതോടെ പൊട്ടി ഇടിച്ചിട്ട് തകർത്തിട്ട് നമ്മുടെ വണ്ടി തന്നെ കട്ടിച്ച് പോകണോണ്ട് നല്ല പൊടിയാണ്. നമ്മൾ ഉത്തുക്കുളി വന്ന് കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. ഉത്തുക്കുളി സ്റ്റേഷൻ. അപ്പോൾ ഇപ്പോൾ ട്രെയിനിൻ്റെ ഇവിടെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ ലൂപ്പ് കയറിയാണ് നമ്മുടെ പ്ലാറ്റ്ഫോം ഉള്ളത് കേട്ടോ. അപ്പോൾ അപ്പുറത്തൊരു NMG ഫ്ലൈറ്റ് കിടക്കുന്നുണ്ട്. അപ്പോൾ വന്ദേ ഭാരതിൻ്റെ ഓവർടേക്ക് നമുക്ക് ഇവിടെ വെച്ച് കിട്ടും തോന്നുന്നില്ല കേട്ടോ. കാരണം അത് അപ്പുറത്തേക്ക് കൂടെ കടന്നു പോകാനുള്ള സാധ്യതയുണ്ട്. NMG നമുക്കൊരു ശത്രുവായിട്ട് അവിടെ നിൽക്കുന്നുണ്ട് മെയിൻ ലൈനിൽ. ഒരു ചെറിയ സ്റ്റേഷനാണ് കേട്ടോ ഈ വഴിയിലുള്ളത്. ഇതൊക്കെ നമ്മൾ മറ്റേ രാത്രി ഓവർനൈറ്റ് ട്രെയിൻസിലൊക്കെ പോകുമ്പോൾ ഇതൊക്കെ പാസിംഗ് സ്റ്റേഷനാണ് കേട്ടോ. ഇങ്ങനത്തെ ട്രെയിനുകളിൽ വരുമ്പോഴാണ് ഇവിടെ സ്റ്റോപ്പ് ഉണ്ടാവണം നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇവിടെ കണ്ടില്ലേ ഒരു കുട്ടി മറ്റേ ഊഞ്ഞാലൊക്കെ കെട്ടി ആടിക്കൊണ്ടിരിക്കണത്. ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ നമുക്ക് എവിടെ കാണാൻ പറ്റുക. പാലക്കാട് ടൗൺ എക്സ്പ്രസ് ആട്ടോ WDP48 പോയത്. നമ്മൾ ഈ റൂട്ടിൽ കുറച്ച് ആൾക്കാരൊക്കെ ഇറങ്ങുന്ന ഒരു സ്റ്റേഷനായി ഇങ്കൂരിൽ ഒന്ന് കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇങ്കൂര് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇത് കഴിഞ്ഞാൽ നമുക്കൊരു 3 സ്റ്റോപ്പും കൂടി ഉള്ളൂ കേട്ടോ നമുക്ക് ഇവിടേക്ക് എത്താനായിട്ട്, നമ്മുടെ ഈ റോഡ് ജംഗ്ഷൻ എത്താനായിട്ട്. ഇപ്പോൾ ചെറിയ ചെറിയ സ്റ്റേഷനിലൊക്കെ നമുക്ക് ഇങ്ങനത്തെ മെമോ ട്രെയിനിലും അതുപോലെ പാസഞ്ചറിലും വന്നാലൊക്കെ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. അതാണ് ഈ റൂട്ടിൻ്റെ ഒരു ബെനിഫിറ്റ് ഉള്ളത്. നമുക്ക് ഈ ചെറിയ ചെറിയ വണ്ടികൾ വന്നു കഴിഞ്ഞാൽ ഈ റൂട്ടിൽ ഇങ്ങനത്തെ കുറേ സ്റ്റേഷൻസ് നമുക്ക് കിട്ടും. അങ്ങനെ നമ്മൾ ഇങ്കൂരിൽ നിന്ന് എടുത്തിരിക്കുക കേട്ടോ. കുറേ പേര് ഇവിടെ ഇങ്കൂരിൽ വന്ന് ഇറങ്ങി നമ്മുടെ ട്രെയിനിലുണ്ടായിരുന്നവർ. എൻ്റെ കൂടെ പാലക്കാട് ടൗണിൽ നിന്ന് ഒരാൾ കയറിയിട്ടുണ്ടായിട്ടോ. ആൾ ഇവിടെ തന്നെയാണ് ഇറങ്ങിയത്. ഈ ചെറിയ സ്റ്റേഷനാണ്, അത്യാവശ്യം ആൾക്കാർ ഇറങ്ങുന്ന ഒരു സ്റ്റേഷൻ കേട്ടോ അത്. ഇവിടെയൊക്കെ നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ നല്ലോണം നല്ല സ്പീഡിൽ നമുക്ക് വണ്ടികൾ കിട്ടും കേട്ടോ. അടിച്ച് പറത്തി പോകുന്നൊരു സ്ട്രെച്ചാണ് ഇതൊക്കെ.
നമ്മളൊരു 19 മിനിറ്റ് ഡിലേ ആയിട്ട് ഈ റോഡിന് തൊട്ട് മുന്നത്തായിട്ടുള്ള തൊട്ടിപ്പാളയം എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ വന്നിരിക്കുക കേട്ടോ. അപ്പോൾ അടുത്തത് ഈ റോഡാണ്. ഇവിടെ നിന്ന് ഒരു 7 കിലോമീറ്റർ നമുക്ക് ഈ റോഡിലോട്ടുള്ള ദൂരമുള്ളൂ കേട്ടോ. നമ്മളിവിടെ വന്ന് കിടക്കുകയാണ്. ചെറിയ സ്റ്റേഷൻ കേട്ടോ. ഇതാണ് സ്റ്റേഷൻ്റെ SM-ൻ്റെ സ്റ്റേഷൻ മാനേജറുടെ റൂം വരുന്നത്. ഇത്രയും ചെറിയ സ്റ്റേഷൻ കേട്ടോ. നമുക്കിവിടെ നിന്ന് ഒരു 7 കിലോമീറ്ററിൻ്റെ ദൂരമാണ് നമുക്ക് ഈ റോഡിലോട്ടുള്ളൂ. നമ്മളിവിടെ നിന്ന് എടുത്തിരിക്കുകയാണ്. നമുക്കിനി ഒരു 15 മിനിറ്റിൻ്റെ യാത്രയും കൂടെ ഉള്ളൂ കേട്ടോ. ഇവിടെ ഇപ്പോൾ 7:10 ആയിട്ടുണ്ട്. 7:30 നമ്മുടെ വണ്ടി ചെന്ന് ഇവിടെ 7:25 നമ്മുടെ വണ്ടി ചെന്ന് ഈ റോഡ് കയറേണ്ട റൈറ്റ് ടൈം കേട്ടോ. ഇപ്പോൾ പുറത്തെങ്ങാനും കൊണ്ട് പിടിക്കുമെന്ന് അറിയില്ല. നമുക്ക് എപ്പോഴാണ് കയറണം എന്നുള്ളത് കാണാം കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ട് നമ്മുടെ വണ്ടി. നമ്മളിത് ഈ റോഡ് സ്റ്റേഷൻ്റെ ഔട്ടർ ഭാഗത്ത് എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. ഹോം സിഗ്നലിൻ്റെ ഒരു ഭാഗത്ത് എത്തിയിട്ടുണ്ട്. പിന്നെ ഇവിടെ നിന്ന് നമ്മൾ അകത്തോട്ട് കയറുന്ന അനുസരിച്ചിട്ടിരിക്കും നമ്മുടെ വണ്ടിക്ക് എങ്ങനെ ഒരു പ്രയോറിറ്റി കൊടുക്കണം എന്നുള്ളത് ഇവിടെ നിന്ന് അറിയാം കേട്ടോ. എപ്പോഴാണ് അകത്തേക്ക് കയറ്റി വരണുള്ളതെന്നൊക്കെ നമുക്ക് ഇവിടെ നിന്ന് അറിയാൻ പറ്റുള്ളൂ. അതാണ് കേട്ടോ നമ്മുടെ ഈ റോഡ് ജംഗ്ഷൻ്റെ പിറ്റ് ലൈൻ വരുന്നത്. ഈ റോഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ട്രെയിനുകളൊക്കെ കൊണ്ട് മെയിൻ്റനൻസ് ചെയ്യുന്ന ഒരു യാർഡാണ് കാണുന്നത് കേട്ടോ, പിറ്റ് ലൈൻ. ഒരു P4 മാത്രമായിട്ട് ഇവിടെ ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. നമ്മളൊരു 10 മിനിറ്റ് ബിഫോർ കൊണ്ട് നമ്മൾ ഈ റോഡ് ജംഗ്ഷനിൽ കയറാണ് കേട്ടോ. 3ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് കയറുന്നത്. മെമു ഒക്കെ ബിഫോർ അടിച്ച് വന്ന് കയറണമെന്നൊക്കെ പറയുമ്പോൾ വലിയ കാര്യം തന്നെയാണ് കേട്ടോ. നമ്മൾ ഈ റോഡിൽ ഇതേ വന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഒന്നിലൊരു ട്രെയിൻ കിടക്കുന്നുണ്ട് കേട്ടോ. അത് ഏതാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഞാനിനി തിരിച്ചു പോകുന്നത് നമ്മുടെ സ്വർണ്ണ ജയന്തി സൂപ്പർ ഫാസ്റ്റ് കേട്ടോ. നിസാമുദ്ദീൻ തിരുവനന്തപുരം സെൻട്രൽ, അതിനാണ് തിരിച്ചു പോണത്. അത് 8:25 കേട്ടോ ഈ റോഡ്. ഇത് ഓക്ക തൂത്തുക്കുടി എക്സ്പ്രസ് ആട്ടോ ആണ് നിൽക്കുന്നത്. തൂത്തുക്കുടി ഓക്ക എക്സ്പ്രസ് ആണ് നിൽക്കുന്നത്. നമ്മളിത് 3 കൊണ്ട് കയറ്റിയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഇന്നൊരു അടിപൊളിയൊരു യാത്ര ഇവിടെ ഒന്ന് അവസാനിപ്പിച്ചിരിക്കുക കേട്ടോ. നമുക്ക് നല്ല നല്ല യാത്ര തന്നെയായിരുന്നു. ബിഫോർ വന്ന് കയറിയതിൽ ഭയങ്കര സന്തോഷം കേട്ടോ. ഞാൻ യാത്ര ചെയ്തപ്പോൾ മെമു ബിഫോർ അടിച്ച് കയറാമെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ നമ്മൾ ബിഫോർ അടിച്ചത് ഈ റോഡ് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് കയറിയിരിക്കുകയാണ്. നമ്മൾ 7:25 എത്തേണ്ടത്. 7:19 ആകുമ്പോൾ നമ്മൾ സ്റ്റേഷനുള്ളിലേക്ക് ഫുള്ളി കയറിയിരിക്കുകയാണ്. ഈ വണ്ടി തന്നെയാട്ടോ ഇവിടെ നിന്ന് സേലം പാസഞ്ചറായിട്ട് പോകുന്നത്. ഈ റോഡ് സേലം മെമു ആയിട്ട് പോകുന്നത്. അത് ഇവിടെ നിന്ന് തന്നെ എടുത്തു പോകാട്ടോ ചെയ്യുക. അതിൻ്റെ അനൗൺസ്മെൻറ്റാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് കൗണ്ടർ നോക്കി നടക്കാം കേട്ടോ. അപ്പോൾ നമുക്കിനി ഇവിടെ പോയിട്ട് വീഡിയോ എൻഡ് ചെയ്യാം. എന്നിട്ട് നമ്മൾ തിരിച്ച് കയറി പോകുന്നത് സ്വർണ്ണ ജയന്തി സൂപ്പർ ഫാസ്റ്റിനാട്ടോ. ഈ വണ്ടിക്ക് നല്ല തിരക്ക് വന്ന് ഈ റോഡ് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഈ റോഡ് സ്റ്റേഷനിൽ വരുമ്പോൾ ഇവിടെ ആട്ടോ നമുക്ക് സ്ലീപ്പിംഗ് പോഡ്സ് ഉള്ളത്. ഇവിടെ സമയം പൈസ ചെയ്തിട്ടുണ്ട്. 1 തൊട്ട് 3 മണിക്കൂർ 200, 1 തൊട്ട് 6 മണിക്കൂറാണെങ്കിൽ 350, 12 മണിക്കൂർ 650, 24 മണിക്കൂറാണെങ്കിൽ 950 രൂപ കേട്ടോ. ഇതാണ് ആ പോഡ്സിൻ്റെ ഒരു സ്പേസ് വരുന്നത്. പെയ്ഡ് AC വെയിറ്റിങ്ങുകളാണെങ്കിൽ നിങ്ങൾക്ക് 25 രൂപ വരും കേട്ടോ. അപ്പോൾ ഈ റോഡിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സൗകര്യങ്ങളൊക്കെ ഉണ്ട് എടുക്കാനായിട്ട്. അപ്പോൾ വലിയ പ്രശ്നം വരുന്നില്ല. ഇതാണ് കേട്ടോ ടിക്കറ്റ് കൗണ്ടർ വരുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ തന്നെ ചെന്ന് എൻ്റെ ടിക്കറ്റ് എടുക്കാൻ പോവാണ്, തിരിച്ചു പോകാനുള്ളത്. അങ്ങനെ നമ്മൾ ഈ റോഡ് സ്റ്റേഷൻ്റെ എക്സിറ്റിലേക്ക് വന്നിരിക്കുക കേട്ടോ. ഇതാണ് നമ്മുടെ ഈ റോഡ് സ്റ്റേഷൻ്റെ ഒരു പുറം ഭാഗം വരുന്നത് കേട്ടോ. നല്ല രസമുണ്ട് മൊത്തത്തിൽ കാണാനായിട്ട്. വലിയ സ്റ്റേഷനാട്ടോ. ഒരു വട്ടം ഈ റോഡിൽ നിന്നൊക്കെ വന്നൊരു ജേർണി സ്റ്റാർട്ട് ചെയ്യണം. ഈ റോഡിൽ നിന്ന് ഇവിടെ ചെന്നൈ സെൻട്രലിലേക്ക് പോകുന്ന ഒരു ഓവർനൈറ്റ് ട്രെയിൻ ഉണ്ട് കേട്ടോ. അതിൽ നമുക്കൊരു ജേർണിയൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതൊക്കെ ഒരു ദിവസം ഇവിടെ വന്ന് തുടങ്ങാം കേട്ടോ. അത്യാവശ്യം വലിയ സ്റ്റേഷനാണ്. അവിടെ നല്ലോണം പാർക്കിങ്ങിൻ്റെ സൗകര്യങ്ങളെല്ലാം അത്യാവശ്യം ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ 1 മണിക്കൂർ ലേ ഓവർ ഉണ്ട് കേട്ടോ. ഞാൻ സ്വർണ്ണ ജയന്തിക്കാണ് പോണേ. അത് 8:25 ഈ റോഡ് എത്തുള്ളൂ. അപ്പോൾ നമുക്കിവിടെ അത്യാവശ്യം ഒരു ടൈമുണ്ട്. അത്യാവശ്യം വലിയൊരു സ്റ്റേഷൻ തന്നെയാണ് കേട്ടോ. നല്ലൊരു ബിൽഡിങ്ങാണ് വരുന്നത്. അങ്ങനെ നമ്മുടെ യാത്ര നമ്മൾ ഈ റോഡ് ജംഗ്ഷനിൽ വന്ന് അവസാനിപ്പിച്ചിരിക്കുക കേട്ടോ. നല്ല യാത്രയായിരുന്നു. നമ്മൾ പാലക്കാട് ടൗണിൽ നിന്ന് 3 മണിക്ക് കയറി
നമ്മൾ ഈറോഡ് എത്തിയത് ബിഫോർ അടിച്ചാട്ടോ. നമ്മൾ സ്റ്റേഷൻ്റെ അകത്ത് കയറിയത് ഒരു 6 മിനിറ്റ് ബിഫോർ അടിച്ചാണ് നമ്മുടെ മെമു വന്ന് കയറിയത്. നല്ല റണ്ണായിരുന്നു കേട്ടോ. ചില സ്ഥലത്തൊക്കെ 15 മിനിറ്റ് 8-9 മിനിറ്റ് അങ്ങനെ കുറേ ഡിലേ ഉണ്ടെങ്കിൽ പോലും അതൊക്കെ ഒരു കുഴപ്പമില്ലാണ്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ വന്ന് കയറി. കോയമ്പത്തൂർ എത്തിയപ്പോൾ എനിക്കൊരു ചായയൊക്കെ കുടിക്കാനുള്ളൊരു ഗ്യാപ്പൊക്കെ കിട്ടിയിട്ടോ. അവിടെ ഒരു 10 മിനിറ്റോളം വണ്ടി നിർത്തിയിരുന്നു ഒരു സിഗ്നലിങ്ങിൻ്റെ ഇഷ്യൂ ഒക്കെ കാരണം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നല്ല അടിപൊളിയായിട്ട് തന്നെ കവർ ചെയ്തു. നമ്മുടെ വാളയാർഗഡ് സെക്ഷനൊക്കെ മഴയില്ലെങ്കിൽ പോലും ആ ഒരു മോൺസൂണിൻ്റെ ഒരു ഫീലിംഗ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ കവർ ചെയ്ത് നമ്മളൊരു മെമു യാത്രയൊക്കെ കഴിഞ്ഞത് ഈ റോഡ് വന്നിറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ മെമുയുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ നിങ്ങളുടെ കമൻറ്റ് അതെന്തായാലും വീഡിയോയുടെ അടിയിൽ തന്നെ രേഖപ്പെടുത്തുക. അതാണ് എനിക്ക് അടുത്ത വീഡിയോ ചെയ്യാനുള്ള വലിയൊരു പ്രചോദനം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരിക്കും പാക്കലാം ഗൈസ്. ബൈ ഫ്രം ഈറോഡ് ജംഗ്ഷൻ.